ഉമ്മ പോകാൻ നേരത്ത് കുറച്ച് അയിലിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതുമ്മ നല്ലപോലെ ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ ഐസാക്കി വെച്ചിട്ടായിരുന്നു പോയി. അപ്പോൾ ഞാൻ അതെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടെ തന്നെ വറക്കാനായിട്ട് ഇരിക്കുന്ന 2 കിളിമീൻ്റെ വലിയ മീൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. എന്നാണെങ്കിൽ എനിക്ക് വേറെ അരിയിടേണ്ട ആവശ്യം വന്നില്ല. കാരണം ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതിനെ തിളപ്പിച്ച് ഊറ്റി. പിന്നെ ഞാൻ നേരെ മീൻകറി വെക്കാനായിട്ട് നിന്നു. പിന്നെ ഇക്കത് എനിക്ക് വറക്കാനുള്ള മീൻ നന്നാക്കി തരുന്നുണ്ട്. അത് എന്തായിരുന്നു ഞാൻ ഇടയ്ക്ക് പോയി നോക്കിയിട്ട് ഞാൻ വീണ്ടും മീൻകറി വെക്കാനായിട്ട് വന്നത്. ആദ്യം ഞാൻ ഇങ്ങനെ മീനൊന്ന് വറ്റിച്ചെടുത്തിട്ടാണ് തേങ്ങാരപ്പൊക്കെ ഊറ്റുന്നത്. അങ്ങനെ മീനൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ചെറിയുള്ളി തളിച്ചും കൂടെ അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മീനൊക്കെ തല കളയാണ്ട് വെട്ടിയെടുക്കണം. എനിക്ക് തല കളഞ്ഞ് വെട്ടിയെടുക്കാനാണ് അറിയുള്ളൂ, അല്ലാണ്ട് വെട്ടാൻ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇക്കാൻ വെട്ടി കീറി വന്നിട്ട് അതിനകത്തൊക്കെ മസാലയൊക്കെ തേച്ച് വയ്ക്കുകയാണ്. നോർമൽ തേക്കുന്ന മസാലകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ അതിനകത്തേക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കൂടെ അവളുടെ സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ടാവും. അവള് മാറ്റി നിർത്തിയിട്ട് വോയിസ് ഓവർ ചെയ്യൽ കുറച്ച് പാടാണ്. അവൾ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്, അന്നേരമാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ തോരൻ വെക്കാനായിട്ട് ക്യാബേജും കൂടെ അരിഞ്ഞെടുത്തായിരുന്നു. അങ്ങനെ തോരനും സെറ്റാക്കി നേരെ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടാവുള്ളൂ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ പാത്രങ്ങൾ കുറച്ചായിട്ട് കഴുകി മാറ്റി വെക്കും. അങ്ങനെ പാത്രം കൈകളെ കഴിഞ്ഞാൽ അടുക്കള നല്ലപോലെ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കുറച്ച് മീൻ സ്മെല്ലും കൂടി ഉണ്ട്. കാരണം ഞാൻ മീൻ ഇവിടെ നിന്നാണ് ക്ലീൻ ചെയ്തെടുത്തത്. കുറച്ചൊക്കെ പുറത്തേക്ക് പോകാൻ മടിയായതുകൊണ്ടാണ് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തത്. അങ്ങനെ അത് നല്ലപോലെ ലോഷനൊക്കെ ഇട്ട് കഴുകി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പണി ആയപ്പോഴാണ് എൻ്റെ ഈ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്.